ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് വിവരം ലഭിച്ചത്. കുവൈറ്റിൽ നിന്ന് അവർ 15 ദിവസത്തേക്ക് തുർക്കിയിലേക്ക് പോയിരിക്കുന്നുള്ളത്. അപ്പം മിഥുൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസ് വേണം, പാസ്പോർട്ടും അവരവിടെ ജോലി ചെയ്യുന്ന അഡ്രസ്സൊക്കെ വേണം. അതിപ്പോൾ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ, ഇവിടെ അവൈലബിൾ ആണ്, കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ തുർക്കിയിൽ പോയിരിക്കുന്ന സ്ഥലം ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കുവൈറ്റ് എംബസിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നത്. അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് അറിയില്ല. ഇവരോട് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ തുർക്കിയിൽ പോയത് 15 ദിവസത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ കുവൈറ്റിലേക്കാണ് പോയത്. പക്ഷേ എന്തോ അവർ ജോലി ചെയ്യുന്ന അവിടുത്തെ ആവശ്യപ്രകാരം തുർക്കിയിലേക്ക് പോയിരിക്കുന്നതെന്നാണ്. എന്തായാലും അവരുടെ വിശദാംശം നമുക്ക് ലഭിച്ചാൽ മാത്രമേ എംബസിക്ക് കൊടുത്തിട്ട് എംബസിയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അവരെ ട്രേസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അമ്മ എവിടേക്കാണ് പോയത്, അവരുടെ പാസ്പോർട്ടോ മറ്റ് വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ കൊടുക്കുന്ന സുരേഷ് MP ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് കുവൈറ്റിലേക്ക് പോയെന്ന് തന്നെയാണ്.